ചപ്പാത്തി പൊറാട്ട ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഒരു അടിപൊളി ചിക്കൻ ഗ്രേവി ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ് കേട്ടോ. ഗാർലിക് ചിക്കനാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലുള്ളത് എല്ലില്ലാത്തതൊക്കെ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ എല്ലില്ലാത്ത മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 2 ടീസ്പൂൺ സോയ സോസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം കോൺഫ്ലവറും മൈദയും ചേർത്ത് വീണ്ടും രണ്ടാമത്തെ കോട്ടിംഗ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതിലേക്ക് സോയ സോസിൽ തന്നെ ഉപ്പുണ്ടാവും. എന്നിട്ട് കുറച്ച് ഡാർക്ക് സോയ സോസ് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഈ ഒരു കറിക്ക് കുറച്ച് ഒരു ഡാർക്ക് കളർ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കളർ ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട, ഒരു സോഫ്റ്റ് കുക്കാകുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ ഒരു സെയിം പാനിൽ തന്നെ ആ ഒരു സെയിം ഓയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞതും, 2 പച്ചമുളക് വട്ടത്തിൽ കീറിയതും, ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ അതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ചിക്കൻ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ആ ഒരു സമയം നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അതിന് കുറച്ചൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഗ്രേവി നല്ല തിക്കായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ചുകൂടെ ഒന്ന് സ്പ്രിംഗ് ഓണിയൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെപ്പർ പൗഡറും ചേർക്കാം. അടിപൊളി ഗാർലിക് ചിക്കൻ റെഡി.